മുല്ലപ്പെരിയാർ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആശങ്ക മാത്രമാണ് എന്നാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ. ഡാം സുരക്ഷിതമാണ്. 135 വർഷത്തെ അത് എല്ലാ കാലവർഷവും അത് കടന്നിരിക്കുന്നു. മൺസൂൺ അത് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കാലവർഷമൊക്കെ അതിന് അതിജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് സേഫാണ് എന്നാണ്. കേവലം ആശങ്കയുടെ പുറത്ത് ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇനി ഇങ്ങോട്ട് വരണ്ട എന്നാണ് ഏതാണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വളരെ വിചിത്രമായ ഒരു നിരീക്ഷണമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. സുപ്രീം കോടതി ആണെങ്കിലും നമുക്ക് വിമർശിക്കേണ്ടത് വിമർശിച്ചല്ലേ പറ്റൂ. ഇവിടെ വിമർശിക്കപ്പെടേണ്ട സുപ്രീം കോടതി എന്തെല്ലാം കാര്യങ്ങളിലാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഏജിങ് എന്ന് പറയുന്നത് ഒരു ഡാമിന് വളരെ പ്രധാനമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാലം കഴിയും തോറും ഡാമിന്റെ ശേഷി കുറയും. അതുകൊണ്ടാണ് ലോകത്ത് ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യുന്ന ഒരു കാലം കഴിഞ്ഞാൽ. അമേരിക്കയിൽ 50 വർഷം കഴിഞ്ഞ ഡാമുകളൊക്കെ അവർ ഡീകമ്മീഷൻ ചെയ്യാം. മാത്രമല്ല അതിന്റെ കപ്പാസിറ്റി കുറച്ച് കൊണ്ടുവരും. കുറച്ച് അങ്ങനെയാണ് ഡീകമ്മീഷൻ ചെയ്യുക. അപ്പോൾ 50 വർഷം കഴിഞ്ഞാൽ പിന്നെ അതിന് കപ്പാസിറ്റി 70% പിന്നെ അത് 10 വർഷം കഴിയുമ്പോൾ പിന്നെ 50 ആക്കും. അങ്ങനെ കുറച്ച് അത് ഡീകമ്മീഷൻ ചെയ്യും. ഇവിടെ 135 വർഷം പഴക്കമുള്ള ഒരു ഡാം ലോകത്ത് എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടോ എന്ന് സുപ്രീം കോടതി ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. 135 വർഷം പഴക്കമുള്ള ഒരു ഡാം ഇപ്പോഴും സുരക്ഷിതമാണ് എന്ന് പറയുന്നുവെങ്കിൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം അതിന്റെ ഇമ്പാക്ട് ഒരുപക്ഷെ ചെറിയ ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വലിയ ഇമ്പാക്ട് വരെ ഉണ്ടാവാം. അതിന്റെ മാക്സിമം ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. കാരണം അത് തകരുകയും അതിന്റെ തകർച്ച ഇടുക്കി ഡാമിന്റെ ഓവർഫ്ലോയിലേക്ക് എത്തുകയും ഇടുക്കി ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയൊരു പ്രദേശത്ത് 2-3 ജില്ലകളെ അത് ഇല്ലാതാക്കുകയും ചെയ്യും എന്നൊരു ഭീതി ജനങ്ങൾക്കുണ്ട്. ഈ ഭീതി ഇല്ല, ഇത് വെറും ആശങ്കയാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 135 വർഷത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കാലാവസ്ഥയിലെ മാറ്റം എന്നതാണ് ഇപ്പോൾ പ്രധാന കാര്യം. 135 വർഷം നമ്മൾ കണ്ട കാലവർഷമല്ല ഇപ്പൊ കാണുന്നത്. ഇപ്പൊ കാലവർഷം പോലും അല്ല. ഇപ്പോൾ അത് വലിയ തോതിൽ അതിന്റെ പാറ്റേണിൽ മാറ്റം വന്നിരിക്കുന്നു. നമുക്കറിയാം, ഒരു ഡാം തകരുന്നതിന് പ്രധാനമായ 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ ഭൂചലനം, അല്ലെങ്കിൽ ഓവർഫ്ലോ. ഇവിടെ ഓവർഫ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ 70 സെന്റിമീറ്റർ മഴ അതിന്റെ ആവാഹ പ്രദേശത്ത് ഒരു ദിവസം പെയ്താൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തിനകത്ത് പെയ്താൽ എന്നാണ്. 70 സെന്റിമീറ്റർ മഴ പെയ്യില്ല എന്ന് പറയാൻ സുപ്രീം കോടതിക്കൊന്നും ഇപ്പൊ പറ്റില്ല. കാരണം കേരളത്തിൽ അത് പെയ്യുന്നുണ്ട്. 10, 15, 20 സെന്റിമീറ്റർ മഴ എറണാകുളം നഗരത്തിന് ചുറ്റും തന്നെ ഈ വർഷം പെയ്തിട്ടുണ്ട്. ഇപ്പൊ വയനാട്ടിൽ പെയ്ത മഴയുടെ കണക്കെടുത്താൽ അത് അതുപോലെ തന്നെ വളരെ വലുതാണ്. അതുകൊണ്ട് മുല്ലപ്പെരിയാറിന്റെ ആവാഹ പ്രദേശത്ത് ഓവർഫ്ലോ വരുന്ന അർത്ഥത്തിൽ മഴ പെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇവർ വിചാരിക്കുന്ന ഡാം എന്ന് സുരക്ഷ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇതിന്റെ എന്താ പറയാ, ഡാം കെട്ടിയിരിക്കുന്ന സംവിധാനത്തിന്റെ അത് മാത്രമാണോ ഡാമിന്റെ സുരക്ഷ? അല്ല, ഓവർഫ്ലോ സാധ്യതയുണ്ട്. ഓവർഫ്ലോ സാധ്യത വന്നാൽ അത് പ്രത്യേകിച്ച് മഴക്കാലത്താണ് സംഭവിക്കുക. അങ്ങനെ സംഭവിച്ചാൽ താഴെയും മഴയുണ്ടാവും, ഇടുക്കി ഡാം നിറഞ്ഞു കിടക്കാവും. ആ ഘട്ടത്തിൽ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അത് ഓവർഫ്ലോ ചെയ്താൽ, ആ ഡാം തകർന്നാൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം വളരെ സേഫാണ്. തമിഴ്നാട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ അത് 42 എന്നുള്ളത് 54 അടിയാകണം എന്നാണ്. 54 അടിയാക്കി ഉയർത്താനാണ് അവരുടെ ആവശ്യം. ഇപ്പൊ ഏതാണ്ട് ആവശ്യം അംഗീകരിക്കുന്ന മട്ടിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിലപാട്. അത് വളരെ വലിയ ദുരന്തമാണ്. കാരണം കാലാവസ്ഥ മാറ്റം ഏതൊക്കെ തരത്തിൽ ഇതിനെ ബാധിക്കുമെന്ന് പഠിക്കേണ്ടതുണ്ട്. അത് പഠിക്കാതെ ഈ ഡാം സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം ഭൂചലനവുമായി ബന്ധപ്പെട്ടാണ്. ഭൂചലനം ആ പ്രദേശത്ത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഭൂചലനം ഉണ്ടായാൽ ഏത് ഗ്രാവിറ്റി ഡാമും തകർന്നു പോകും, യാതൊരു സംശയമില്ല. അങ്ങനെയാണ് മോർവി അടക്കം നിരവധി ഡാമുകൾ തകർന്നത് ഭൂചലനത്തിന്റെ സാധ്യത വെച്ചുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഭൂചലനം ഉണ്ടായാൽ ഈ ഡാമിന് എന്ത് സംഭവിക്കുമെന്ന് സുപ്രീം കോടതി കണ്ടിട്ടില്ല. മാത്രമല്ല, ഇത്ര റിസ്കി ആയിട്ടൊരു കാര്യം ഇത്ര സിമ്പിളായി വളരെ ലളിതമായി പറഞ്ഞിട്ട് ഒരു ലക്ഷക്കണക്കിന് മനുഷ്യരെ വിശ്വസിപ്പിക്കാൻ പറ്റും. കോടതിയാണ് പറഞ്ഞെങ്കിലും ഇതിന് താഴെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കോടതി വിധി പറഞ്ഞാൽ ഡാം പൊട്ടിയാൽ കോടതി വിധിയുണ്ട് എന്ന് പറഞ്ഞെടുത്ത് പേപ്പർ എടുത്ത് കാണിച്ചിട്ട് ഡാം നിൽക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് സുപ്രീം കോടതി ഇപ്പൊ അത് ഉടനെ പൊട്ടുമെന്നൊന്നും പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ഉടനെ അതിന് തകരാറ് വരുമെന്ന് പറയണമെന്നില്ല. പക്ഷേ ഏജിങ് വെച്ച് ഒരു പഠനം നടത്തണമെന്നും കാലാവസ്ഥാ മാറ്റത്തിന് അതിന് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും ഭൂചലന സാധ്യത ഇവിടെ ഉണ്ടോ എന്നും പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. അല്ലാണ്ട് ഡാമിൽ കുറെ കോൺക്രീറ്റ് ഇട്ടുന്നോ അല്ലെങ്കിൽ കുറെ കമ്പി കൊണ്ട് വളച്ചു എന്നോ മറച്ചു എന്നോ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അതല്ല ഡാമിന്, ഒരു ഗ്രാവിറ്റി ഡാമിന്, വെള്ളം താഴേക്ക് ഫോഴ്സ് കൊടുക്കുന്ന ഒരു ഗ്രാവിറ്റി ഡാമിന് ഉണ്ടാകാവുന്ന തകരാറുകൾ. ഇത് സാങ്കേതിക വിദ്യയാണ്. അപ്പോ പുതിയ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ
പ്രവർത്തനം, അതിന്റെ ശേഷി പരിശോധിക്കപ്പെടണം എന്ന് തന്നെയാണ് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ നൽകി, ഇത് പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ കാലമായി അതിന് കേരളത്തിനൊരു പങ്കുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. 136 അടിയിൽ കൂട്ടരുത് എന്നാണ് കേരളം ആവശ്യപ്പെട്ടത്. 136 അടിയിൽ കൂട്ടണം തമിഴ്നാട് പറഞ്ഞപ്പോൾ 136 കൂട്ടരുത് എന്ന് പറഞ്ഞാൽ 136 കൂട്ടണം എന്നല്ല കേരളം പറയേണ്ടത്. 135 വർഷം പഴക്കമായ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നാണ് കേരളം എന്നും ആവശ്യപ്പെടേണ്ടത്. അത് ആവശ്യപ്പെടാത്തിടത്തോളം ഈ പുതിയ ഡാം എന്നോ മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും ഇതിലെ വെള്ളം ഉപയോഗിക്കാൻ തമിഴ്നാടിന് വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാകണമെന്നുമാണ് കേരളം എന്നും ആവശ്യപ്പെടേണ്ടിയിരുന്നത്. അത് കേരളം ഇതുവരെ ആവശ്യപ്പെടാത്തിടത്തോളം സുപ്രീം കോടതി ഇത് സേഫ് ആണെന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാനേ പറ്റൂ. ഇപ്പോൾ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഈ തമിഴ്നാടും കേരളവും വളരെ അടുത്ത സൗഹൃദ, രാഷ്ട്രീയമായും എല്ലാ അർത്ഥത്തിലും സൗഹൃദമാണ്. ഈ ഘട്ടത്തിൽ കേരള ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ഈ ഡാമിന്റെ ലെവൽ കുറയ്ക്കുകയും ഇത് അവിടെ സ്റ്റോർ ചെയ്യാൻ തമിഴ്നാടിന് സംവിധാനം ഉണ്ടാക്കുകയും അതിനുവേണ്ട പൈപ്പോ ടണലോ എന്താണെന്ന് വെച്ചാൽ അത് ഇടാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് സുപ്രീം കോടതി, ഞാൻ കൊടുത്ത കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ്. ഓൾട്ടർനേറ്റീവ് 2 എന്ന് പറയുന്നത് അത് പരിശോധിക്കണം എന്നാണ് ഈ അവസരത്തിലെങ്കിലും സുപ്രീം കോടതിയോട്, അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടണമെന്ന് സുപ്രീം കോടതിയോട് പറയുന്നു. അത് പരിശോധിക്കണമെന്ന് കേരള ഗവൺമെന്റിനോടും ആവശ്യപ്പെടുന്നു.